നമസ്കാരം, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് സ്പെഷ്യൽ മീൻകറിയാണ്. നമ്മുടെ സ്പെഷ്യൽ മീൻകറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സ്പെഷ്യൽ മീൻകറി തയ്യാറാക്കാനുള്ള നമ്മുടെ ചട്ടി റെഡിയാണ്. നമ്മുടെ മൺചട്ടിയിലാണ് സ്പെഷ്യൽ മീൻകറി തയ്യാറാക്കുന്നത്. നമുക്ക് ചട്ടിയിലോട്ട് 1.5 ടേബിൾ സ്പൂൺ നല്ല നാടൻ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരണം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ എന്ന് മൂത്ത് ലൈറ്റ് ബ്രൗൺ കളറായി വരണം. ഉലുവ മൂത്ത് ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കൊരു 50 ഗ്രാം ഇഞ്ചി ചെറുതായി നീളത്തിൽ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ 50 ഗ്രാം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് സ്ലൈസ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് നാടൻ കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും നന്നായി ഒന്ന് വാടി വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും നന്നായി ഒന്ന് വാടി വരുമ്പോൾ നമ്മളിവിടെ 10 ചുവന്നുള്ളി 4ആയി പൊളന്നെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചുവന്നുള്ളി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയോടെയൊക്കെ നന്നായി ഒന്ന് വരട്ടിയെടുക്കാം. നമ്മുടെ ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ചട്ടിയിലോട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല നന്നായി ഒന്ന് മൂത്ത് വരണം. നമ്മുടെ മസാല കരിയാതെ നന്നായി നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലയ്ക്ക് ആവശ്യമെങ്കിൽ നന്നായി മൂത്ത് കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മസാല മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 3 മിനിറ്റോളം നന്നായി ഒന്ന് മൂത്ത് വരണം. അല്ലെ നമ്മുടെ മുളക് പൊടിയുടെ പച്ചക്കുത്തൽ നമ്മുടെ മീൻകറിക്ക് ഉണ്ടാകും. ഒന്ന് മാറി കിട്ടാനായിട്ടാണ് നമ്മൾ നന്നായി മൂപ്പിച്ചെടുക്കുന്നത്. ഏകദേശം നമ്മുടെ മസാല 3-4 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലയിലേക്ക് 3 കൊടംപുളി ചെറു ചൂടുവെള്ളത്തിലിട്ട് നമുക്ക് പുളി വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് നമ്മുടെ മസാല മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ നന്നായി മീൻകറി ഒന്ന് തിളച്ച ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പും മസാലയിൽ നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളം നമ്മുടെ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. മസാല വെള്ളത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഗ്രേവി നന്നായി ഒന്ന് തിളച്ച് വരണം. അങ്ങനെ നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്രേവിയിലോട്ട് നമ്മുടെ മീൻ പീസ് ഇറക്കി കൊടുക്കാം. നമ്മളിവിടെ കഷ്ണം മീനാണ് എടുത്തിരിക്കുന്നത്. നല്ല മോദപ്പീസാണ് നമുക്ക് ഇറക്കി കൊടുക്കാം. നമുക്ക് നല്ല മീറ്റിന് നല്ല കട്ടിയുള്ള ഏത് മീനും ഈ കറിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ മീൻ കറിയിലോട്ട് നമുക്ക് നല്ല നാടൻ കറിവേപ്പില 1 തണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 7-8 മിനിറ്റോളം നമ്മുടെ മീൻ കറി മൂടിയിരുന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി മൂടി മാറ്റി കൊടുക്കാം. നമുക്ക് കഷ്ണം പൊടിയാതെ ഒന്ന് നമ്മുടെ മീൻ കറി ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ അവസരത്തിൽ നമ്മുടെ മീൻ കറിയുടെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മീൻകറിയുടെ ഉപ്പ് പെർഫെക്റ്റ് ആണ്. നമ്മുടെ മീൻകറി നന്നായി വറ്റി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഫ്ലെയിം സ്ലോയിലാക്കി 1/2 മുറി തേങ്ങയുടെ 1/4 പാൽ നമ്മുടെ മീൻകറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻകറിയുടെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ടാണ്. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇളക്കുമ്പോൾ നമ്മുടെ മീൻകറിയുടെ പീസ് ഉടഞ്ഞു പോകാതെ നോക്കണം. ഇനി നമ്മുടെ മീൻകറി ചെറു തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം.
നമ്മുടെ മീൻകറി നന്നായി തിള വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മീൻകറി റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മീൻകറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.